ഇവിടെ ആദ്യം പറഞ്ഞ അഭിപ്രായം വളരെ റെലവൻ്റാണ്. സമുദായ ഭരണഘടനയിൽ മെത്രാപ്പൊലീത്തന്മാരുടെ അധികാരാവകാശങ്ങളാണ് ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇവർക്ക് അധികാരാവകാശമൊന്നുമല്ല, മെത്രാപ്പൊലീത്തന്മാരുടെ ശുശ്രൂഷയും പ്രവർത്തനവുമാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഇത് ഭരണഘടനയിൽ വന്നിട്ടില്ലാത്തതാണ് നമ്മുടെ വലിയ പ്രശ്നം. അതുകൊണ്ട് ഈ ഇപ്പോൾ നിലവിലുള്ള അസോസിയേഷന്റെ ആരംഭത്തിൽ ഭരണഘടനാ പരിഷ്കാരം ഉണ്ടാകണമെന്ന് പറഞ്ഞൊരു കമ്മിറ്റിയെ, ഒരു 9 പേരിലൊരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. അത് ചെയർ ചെയ്ത് ഞാനാണ്. തമ്പാൻ തോമസ് അതിൻ്റെ മെമ്പറായിരുന്നു. അങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി വളരെ നിഷ്ഠയോടുകൂടെ മറ്റ് സഭകളുടെയും മലങ്കര സുറിയാനി സഭയുടെയും ഒക്കെ ഭരണഘടനയൊക്കെ പരിശോധിച്ച് പഠിച്ച് ഒരു ഭരണഘടനാ ഭേദഗതി അസോസിയേഷനിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നടപ്പാകാതിരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് ഈ 4 മെത്രാച്ചന്മാരാണ്. അതിൻ്റെ കാരണം ഇവരുടെ ജോലി, ഇവരുടെ ഉത്തരവാദിത്വം, ഇവരുടെ വരുമാനം ഇതുവരെ ചെയ്തില്ലെങ്കിൽ വർഷത്തിൻ്റെ അവസാനത്തിൽ ഇവരുടെ പ്രവർത്തനത്തെ ഇവാലുവേറ്റ് ചെയ്ത് അസോസിയേഷനിൽ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമില്ലായിരുന്നതുകൊണ്ട് അവർ 4 പേരും ഒരുപോലെ അതിനകത്ത് പങ്കുചേർന്ന് ഭരണഘടനാ ഭേദഗതികൾ നടപ്പാകാതെ പോയി. അത് കഴിഞ്ഞപ്പോൾ അസോസിയേഷൻ ഒരു സമവായ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ആ കമ്മിറ്റി നിർദ്ദേശങ്ങൾ അസോസിയേഷന് മുൻപിൽ കൊണ്ടുവന്നു. അത് നടപ്പായി. ഇതിൻ്റെ പുറകിൽ പല ശക്തികൾ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ സമുദായത്തിൽ എപ്പോഴും ഗ്രൂപ്പിസം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ മെത്രാപ്പൊലീത്തന്മാരുടെ ചുമതലകളും അവർ പരസ്പരമുള്ള ബന്ധവും അവരുടെ വരുമാനവും എന്താണെന്ന് ഭരണഘടനയിലൂടെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ പറഞ്ഞു, മെത്രാപ്പൊലീത്തന്മാർ കാലം ചെയ്യുമ്പോൾ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നോട് പറയണം. അവർ മെത്രാപ്പൊലീത്തായ ശേഷം ആർജിച്ച സ്വത്തുക്കളും പിതൃസ്വത്തായി ലഭിച്ചതും സമുദായത്തിൽ ഇരിക്കുന്നതാണ്. അത് പാത്രീസ്ബായെ കൊണ്ട് പറയിച്ചു അതിൻ്റെ ആവശ്യമില്ല. ഇവരുടെ അണ്ടർവെയർ അലക്കുന്നത് ഒരു സമുദായത്തിന്റെ കാശുകൊണ്ടാണ്. അത് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങളൊന്നും ഉണ്ടാക്കുന്നതല്ല. ഇവിടുത്തെ സകല പ്രശ്നങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഈ മെത്രാപ്പൊലീത്തന്മാർ. ഈ സമുദായത്തിന് ഗുണത്തിന് പകരം ദോഷമാണ് ഇവരിൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയെടുക്കുന്നതിന് എന്ത് വേണമെന്നുള്ളത് സമുദായമായിട്ട് തീരുമാനിക്കണം. അസോസിയേഷനിലൂടെ ഭരണഘടന പരിഷ്കരിച്ച് ഇവരുടെ അധികാരവും അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരിക്കലും പ്രശ്നങ്ങൾ അവസാനിക്കുകയില്ല. ആരാണ് വലിയവൻ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു മെത്രാപ്പന് പേര് പറയുന്നത്, ഒരു മെത്രാപ്പന് ഐ വിൽ നെവർ അക്സെപ്റ്റ് മാർ സെവേരിയോസ് ആസ് മൈ സുപ്പീരിയർ എന്ന് കാറ്റഗോറിക്കലായിട്ട് പറയുന്ന ഒരു സഹായം എത്താനുള്ള ഒരു സമുദായമാണിത്. ഭരണഘടനാ പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഞങ്ങൾ പറഞ്ഞത്, ഇപ്പോഴത്തെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് അന്ത്യോക്യ പാത്രിയർക്കീസ് മലങ്കര സഭയുടെ പരമാധ്യക്ഷനായിരിക്കും. ഞങ്ങളത് തിരുത്തി. ഞങ്ങൾ പറഞ്ഞ അദ്ദേഹം മലങ്കര സുറിയാനി സഭയുടെ സമുദായത്തിന്റെ ആധ്യാത്മിക പരമാധ്യക്ഷനായിരിക്കും എന്ന് പറഞ്ഞു. ആധ്യാത്മിക ചെല്ലുമ്പോൾ ആബ്സല്യൂട്ടായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. സാബുവൊക്കെ ഓർക്കുന്നുണ്ട്, അസോസിയേഷനിൽ മരിച്ചുപോയ രാജൻ വലിയമണ്ണിൽ എഴുന്നേറ്റ് ചോദിച്ചു, ഈ വരുന്ന പാത്രികീസ് ഒരു പക്ഷേ ചെയ്യലായിരിക്കും ഇപ്പോഴത്തെ പാത്രികീസ്. അടുത്ത പാത്രികീസ് പറയുകയാണ്, ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ്, നിങ്ങൾക്കത് അത്ര അറിയാമെന്ന് എനിക്കറിയത്തില്ല, ജ്ഞാനായക്കാർ എൻഡോഗമസ് കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. മണ്ടിയിലായിരുന്നു. ഇദ്ദേഹം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, ജ്ഞാനായക്കാർ എൻഡോഗമസ് കമ്മ്യൂണിറ്റി ആയിട്ട് ശരിയല്ലായിരുന്നു. ഇന്ന് നടക്കുന്നത് 2 കാര്യങ്ങളാണെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ശരിയായിരിക്കണമെന്നില്ല. ഒന്ന്, ഇവിടെ അമേരിക്കയിലുള്ളതായ ജ്ഞാനായക്കാരെ ഒരു പ്രത്യേക ഭരണ സംവിധാനത്തിൽ പാത്രികീസിന്റെ നേരിട്ടുള്ള അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു കാര്യം. 2, ജ്ഞാനായക്കാരുടെ എൻഡോഗമി അവസാനിപ്പിക്കണം. ഇതിനുവേണ്ടിയാണ് ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങൾ. മറ്റ് അതിനോട് ചേർന്ന് നടക്കുന്ന കാര്യങ്ങൾ വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവസാനിക്കണമെങ്കിൽ
ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും അതിലൂടെ മെത്രാപ്പൊലീത്തന്മാരുടെ അധികാരവും അവകാശവും പരസ്പര ബന്ധവും വരുമാനവും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനെന്ത് ചെയ്യാൻ ഒക്കുമെന്നുള്ളത് ആലോചിച്ച് നോക്കണം.